ഹായ് ഗൈസ്, വെൽക്കം ടു ബ്രിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സൂര്യ സാറിന്റെ ജയ് ഭീം എന്ന മൂവി കണ്ടു. അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനെക്കുറിച്ച് അത് കണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത് നിങ്ങളോടും കൂടി പറയാമെന്ന് കരുതിയാണ് വന്നത്. അപ്പോൾ മൂവി നല്ല അടിപൊളി മൂവിയാണ്, എല്ലാവരും കാണണം. നമ്മുടെ മക്കളെ കൂടെ ചേർത്തിരുത്തി കാണിച്ചു കൊടുക്കണം മൂവി. കാരണം ഇനിയെങ്കിലും ഉള്ള തലമുറയിൽ ജാതി, മതം, പണക്കാരൻ, പാവപ്പെട്ടവൻ അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ട് വരണം. എന്റെ ആഗ്രഹം അതാണ്. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ ചെയ്യണം ഞാൻ പറയുന്നില്ല, എന്നെ പോലെ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ ഇന്നലെ ഒരു ന്യൂസ് കണ്ടു, നമ്മുടെ തമിഴ്നാട് ന്യൂസാണ് കണ്ടത്. എം.കെ. സ്റ്റാലിൻ സാറിന്റെ ഒരു ന്യൂസാണ് കണ്ടത്. തമിഴ്നാട് മന്ത്രിയായ എം.കെ. സ്റ്റാലിൻ സാറിന്റെ ഒരു ന്യൂസ്. ജാതിയുടെ പേരിൽ ഒരു യുവതിയെ അമ്പലത്തിൽ നിന്നും ക്ഷേത്രത്തിൽ നിന്നും അന്നദാനം കൊടുക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് അത് കഴിക്കാൻ പോലും ഇടയാക്കാതെ ജാതിയുടെ പേരിൽ അവരെ പുറത്താക്കി. ആ ന്യൂസ് അറിഞ്ഞ് 48 മണിക്കൂറിനുള്ളിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായ എം.കെ. സ്റ്റാലിൻ സാറ് അവരുടെ വീട്ടിൽ ചെല്ലുകയും അവരെ അതിന് ആശ്വസിപ്പിക്കുകയും എല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് അവർ താമസിക്കുന്ന സ്ഥലത്തിന് പട്ടയമോ അവർക്ക് ജാതി സർട്ടിഫിക്കറ്റുകളോ അവർക്ക് റേഷൻ കാർഡോ മറ്റോ ഒന്നുമില്ലായിരുന്നു. അവർക്ക് തന്നെ അവിടെ താമസിക്കുന്ന ആ ഒരു ഏരിയ താമസിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും ഇല്ലായിരുന്നു. അതായത് ചെങ്കൽപ്പേട്ടയിലെ പൂഞ്ചേരി എന്ന ഗ്രാമത്തിലാണ് ഈ പറയുന്ന ആൾക്കാർ താമസിക്കുന്നത്. അവിടെ ചെന്ന് സാറ് ഇതിനു വേണ്ട എല്ലാ ജാതി സർട്ടിഫിക്കറ്റുകളും റേഷൻ കാർഡുകളും താമസിക്കുന്ന സ്ഥലത്തിന് വേണ്ടിയുള്ള പട്ടയങ്ങളും അംഗനവാടികൾ, സ്കൂളുകൾ, അവിടെ എന്താണോ ഇല്ലാത്തത് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടിയുള്ള കാശുകൾ മുടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ടാണ് സാർ അവിടുന്ന് പോരുന്നത്. അപ്പം അതേ സിറ്റുവേഷൻ, ആ ഒരു സെയിം സിറ്റുവേഷൻ ആണ് ഈ മൂവിയിൽ കാണിക്കുന്നത്. ഒരു ഗ്രാമത്തിൽ ഒരു സമുദായത്തിൽപ്പെട്ട ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പട്ടയമോ ഐഡന്റിറ്റി കാർഡുകളോ റേഷൻ കാർഡുകളോ അവർ ജീവിച്ചിരിക്കുന്നതെന്നുള്ളതിന് ഒരു തെളിവില്ലാത്ത രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് ഈ മൂവിയിൽ കാണിക്കുന്നത്. അപ്പം ഈ മൂവിയിൽ ഒരു കഥാപാത്രം, അതായത് ഒരു ഫാമിലി, ഒരു സമുദായത്തിൽപ്പെടുന്ന ആൾക്കാരെ അപമാനിച്ചുകൊണ്ടും അവർക്ക് നേരിടേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ, മരിച്ചു പോയിട്ട് അത് മരിച്ച ആള് ആരാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള, കാരണം അവർക്ക് ആധാർ കാർഡുകളോ റേഷൻ കാർഡുകളോ അവർ ജനിച്ചതിന് പോലും ഒരു തരത്തിലുള്ള ഒരു തെളിവുകളും ഇല്ല. അത് കാരണം ഉണ്ടാവുന്ന ഒരു ഫാമിലിയിലെ ഒരു സ്ത്രീ, അവർ പ്രഗ്നന്റ് ആണ്, ആ ലേഡിക്ക് ഉണ്ടാകുന്ന ഭർത്താവിനെ നഷ്ടപ്പെടുന്നു. ആ ഒരു കഥാപാത്രം ഈ സിനിമ ചെയ്ത ഇതിൽ പ്രവർത്തിച്ച എല്ലാവരും നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചവരാണെങ്കിലും ഈ കഥ എഴുതിയതാളാണെങ്കിലും ഡയറക്റ്റ് ചെയ്തവരാണെങ്കിലും എല്ലാം സൂപ്പറാണ്. എല്ലാം നല്ല അടിപൊളി മൂവിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ വേണ്ടി ഈ മൂവിയുടെ റേറ്റിംഗ് കൂട്ടാനോ അല്ലെങ്കിൽ വേറൊന്നിനു വേണ്ടിയല്ല ഞാൻ വന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ മക്കളെയും ചേർത്തിരുത്തിയാണ് ആ മൂവി കണ്ടത്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോടും കൂടി പറയണമെന്ന് വിചാരിച്ച് വന്നത്. ആ മൂവി കണ്ട് നമ്മൾ ആ ഒരു ഫീലിൽ ഇരുന്നപ്പോഴാണ് ഇന്നലത്തെ ആ ന്യൂസും കൂടെ കാണുന്നത്. ഇതിന് അങ്ങോട്ടും കൂടെ ആയപ്പോഴത്തേന് എനിക്ക് ആ മൂവി കണ്ടപ്പോൾ ഒരു സിറ്റുവേഷൻ ആണ് ഇന്നലെ ആ ന്യൂസിനകത്ത് ഞാൻ കണ്ടത്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എം.കെ. സ്റ്റാലിൻ സാറിന് എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട്. അതേപോലെ തന്നെ ഈ മൂവിയിൽ അഭിനയിച്ച എല്ലാവർക്കും എൻ്റെ ഒരു നമസ്കാരം. അപ്പം എല്ലാവരും ഈ മൂവി കാണണം. ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ അൺലൈക്ക് ചെയ്യുക.